ഒരുപാട് സംഭവങ്ങൾ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുൻ സലഫ് സ്വാലിഹീങ്ങളിൽ. അതിൻ്റെയൊക്കെ ന്യായം എന്താന്ന് വെച്ചാൽ, തിന്മ ചെയ്ത ഒരാളും രക്ഷപ്പെടരുത്, നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടുകയും അരുത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അന്നത്തെ ഖലീഫയാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടു. ഒരു മനുഷ്യൻ കഴുത്തറുക്കപ്പെട്ട് മരിച്ചു കിടക്കുകയാണ്. പോലീസുകാരിങ്ങനെ കൊലയാളി ആരാണെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യനുണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അയാളുടെ കൈകളിൽ ചോരയുമുണ്ട്. പോലീസുകാർ വേമ്പൊക്കോല തെളിവും സാഹചര്യങ്ങളൊക്കെ ഇപ്പുറത്തൊരാൾ കഴുത്തിറക്കപ്പെട്ട് കിടക്കും ചെയ്യും, ഒരു കാട്ടുപന്തയിൽ കിടക്കുകയാണ്. അയാൾ ചോരയെ കുളിച്ച് കിടക്കണം, മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ കയ്യിൽ കത്തിയുണ്ട്, കൈകളിൽ ചോരപ്പാടുണ്ട്. അയാളവിടെ ഒരു പൊന്തക്കാടിനുള്ളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാ കാണുന്നത്. പോലീസുകാർ ചോദിച്ചു, നീയാണോ ഇയാളെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ 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 ഞാൻ തന്നെയാണ്, നവാന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ടേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധികൂർമ്മതയുള്ള സ്വഹാബിയാണ്. മിൻ അദ്ഖൽ അദ്ഖിയ, വലിയ ബുദ്ധി. ഹി വാസ് ദ മോസ്റ്റ് ബ്രില്യന്റ് ഇന്റലിജന്റ് പേഴ്സൺ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ലല്ലോ ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഇവനല്ലല്ലോ കൊന്നത്, പിന്നെ എങ്ങനെ ഇവനാണെന്ന് പറയാം? അലി തങ്ങൾ പറഞ്ഞു, ബഗ്ദാദിലെ കൂഫയിലെ മഹാനവറുകളുടെ ഖിലാഫത്തിന്റെ കാലമാണ്. കൂഫയിലെ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളെയും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞിനെ വിടാതെ ആ ടൗണിലുള്ള മുഴുവൻ ആളുകളെയും അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പോലീസുകാരോട്. എല്ലാവരും കൊണ്ടുവന്നു. അതിൽ ഒരാള് സ്പീഡിൽ നടക്കുന്നത് കണ്ടു അലി റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ ബുദ്ധി നോക്കണം. അപ്പൊ അലിയാർ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വേദിയിലേക്ക് കയറാൻ ഇവിടെ കുറച്ച് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലേ, അതുപോലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത് എല്ലാവരോടും കയറാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യൻ, ഈ മഹാനായ അലി തങ്ങൾ നോട്ട് ചെയ്ത മനുഷ്യൻ മാത്രം കയറുമ്പോ 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. ഭയങ്കര സ്പീഡാണ്. അലി തങ്ങൾ പറഞ്ഞു, ഇവിടെ വാന്ന് പറഞ്ഞു. അലി തങ്ങൾക്ക് ചില സിഗ്നലുകൾ അല്ലാഹു നൽകുകയാണ്. സത്യം പറയുന്നു, നീയല്ലേ ആ മനുഷ്യനെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ, ഞാനാണ്. എവിടുന്ന പിടിച്ചെന്നറിയോ? സ്റ്റെപ്പ് ചാടി പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ചവിട്ടി പോകേണ്ടതിന് പകരം 2 സ്റ്റെപ്പ് ചാടിക്കിടന്ന്, 2 സ്റ്റെപ്പ് ചാടിക്കിടക്കൽ ഹറാമാണെന്നൊന്നും അല്ല കേട്ടോ ഇതിനർത്ഥം. അവിടെ ഒരു ദലീൽ അലി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു ഫിറാസത്താണത്. അയാളുടെ നടത്തത്തിലെ സ്പീഡും കൈക്കെടുപ്പവും കണ്ടപ്പോൾ ഇയാൾ ക്ഷമ കുറഞ്ഞ ആളാണ്, അസ്വസ്ഥതയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ഇങ്ങനെ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യെഴുത്ത് കണ്ടാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുന്ന. ഭംഗിയുള്ള എഴുത്താണെങ്കിൽ നല്ല സ്വഭാവം, അങ്ങനെയൊന്നും അർത്ഥമല്ല. മോശപ്പെട്ട എഴുത്താണെങ്കിൽ നല്ല സ്വഭാവക്കാരനാണെന്ന് അർത്ഥം വരും. അത് ആ കയ്യെഴുത്തിനെ നോക്കിയിട്ടൊരു ഒരു ഫിറാസത്തുണ്ട് എന്നതുപോലെ ബിഹേവിയറൽ സയൻസ്. ചില ആളുകളുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും കണ്ടാൽ പെട്ടെന്ന് ക്ലിക്കാവും, ആ മനുഷ്യനിൽ എന്തോ പ്രശ്നമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീയല്ലയോ ഇയാളെ കൊന്നത്? എന്തിനാ നീ ഇയാളെ കൊന്നത്? ഞാനും അയാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന് പ്രതികാരം ചെയ്തതാ. അപ്പൊ മറ്റേ ആളെ വിളിച്ചോണ്ട്, ഇവിടെ കൈയോടെ ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്, കയ്യിൽ കത്തിയും കൈകളിൽ ചോരപ്പാടുള്ള മനുഷ്യൻ. അയാൾ ചോദിച്ചു, അലിയാർ തങ്ങളുടെ ദഖാ നോക്കണം, ബുദ്ധിശക്തി നോക്കണം. അലിയാർ തങ്ങളെ ചോദിച്ചു, ഈ മനുഷ്യ നിങ്ങളാണോ ശരിക്കും ഇയാളെ കൊന്നത്? അല്ല അലിയാർ തങ്ങളെ, ഞാനല്ല, ഞാനൊരു അറവുകാരനാ, ഞാനൊരു കശാപ്പുകാരനാണ്. ഞാനൊരു കന്നിനെ അറുത്തിട്ട് അതിനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, കയ്യിൽ ചോരപ്പാടുണ്ട്. ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടിയിട്ട് ഓടിച്ചെന്ന് പൊന്തക്കാടിൽ മൂത്രമൊഴിക്കുമ്പോഴാണ് പോലീസുകാർ എന്നെ പിടിച്ച് പൊക്കണത്. എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഇയാളിവിടെ മരിച്ചു കിടക്കും ചെയ്യുക. പിന്നെ ഞാനവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവ് എനിക്കെതിരല്ലേ, അവരെന്നെ പിടിക്കുന്നു ഉറപ്പാ. അങ്ങനെ ഞാനങ്ങനെ സമ്മതിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാരണം എങ്ങനെ ഞാനല്ല എന്ന് പറഞ്ഞാൽ മിനിമം അടിയെങ്കിലും കിട്ടും.
പിന്നെ ഞാനാണെന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എന്തായാലും എൻ്റെ കയ്യിൽ കത്തി, ഞാൻ അപ്പുറത്തൊരു ആടിനറുത്ത് വരികയായിരുന്നു. പക്ഷേ ഞാനങ്ങനെ മൂത്രയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ പോലീസുകാർ എന്നോട് വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഞാനവിടെ സാഹചര്യ തെളിവുകളെ എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അലി തങ്ങൾ അപ്പോഴേ മനസ്സിലാക്കി, അലിയാർ തങ്ങളുടെ ബുദ്ധി അതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇയാളല്ല കൊലപാതകി. ആ മനുഷ്യന്റെ കയ്യിലുള്ള ചോരപ്പാട് ഒരു മൃഗത്തിന്റെ ചോരയാണ്, മനുഷ്യന്റെ ചോരയല്ല. ആണ്. എന്തിനെന്നറിയോ? ഒരു നിരപരാധിയായ മനുഷ്യൻ പോലും ശിക്ഷിക്കപ്പെടരുത്. ആ കൊലയാളി അലി റളിയല്ലാഹു അൻഹു ഖിസാസിന് വിധിക്കുകയുണ്ടായി. ഈ പിടിക്കപ്പെട്ട ആളെ വെറുതെ വിടുകയും ചെയ്തു. ഇതൊക്കെ ആണ്. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. അധികാരം കൈകളിലുള്ള ആളുകൾ, കോർട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണമേ. നീതി നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അർശ് പോലും വിറക്കുമെന്നാണ്. ഒരു നിരപരാധിയായ മനുഷ്യൻ ഇവിടെ ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ അപരാധികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അവരിലെ പ്രമാണിമാർ തെറ്റുകൾ ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഉമ്മത്തിൽ നടക്കില്ല. വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖത്അത് യദുഹാ. എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എൻ്റെ ഫാത്തിമയുടെ കൈയും മുറിക്കപ്പെടും എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്സൂമിയായൊരു പെണ്ണ് മോഷണം ചെയ്തിട്ട് ആ പെണ്ണിൻ്റെ കൈകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ശുപാർശ ചെയ്യാൻ അവിടെ ആളുകൾ വന്നു. ശുപാർശ ചെയ്യാൻ നോക്കുമ്പോൾ ആരുടെ സ്വാധീനം കൊണ്ട് നിബിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ ചില ആളുകൾ വിചാരിച്ചു, ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ആ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മകനുമായ ഉസാമത്ത് ബിൻ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമാ. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചാൽ ഉസാമ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബ് കേൾക്കുമെന്ന് അവർക്ക് തോന്നി. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മഖ്സൂമികളല്ലേ, തറവാടുള്ള സൽപേരുള്ള കുടുംബമല്ലേ? ആ കുടുംബത്തിലെ ഒരു പെണ്ണ് ഒരു ആഭരണം മോഷ്ടിച്ചതാ. അവളുടെ കൈ മുറിക്കപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് അപമാനമുണ്ടാകും നബിയെ. അതുകൊണ്ടൊന്ന് മാപ്പ് കൊടുത്തുകൂടെ, ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഒരു നിയമം നടപ്പാക്കാൻ അവസരമുണ്ടാകുമ്പോൾ ആ നിയമം നടപ്പാക്കരുത് എന്നോട് ശുപാർശ ചെയ്യാൻ വന്നതാണോ ഉസാമ? അതാണോ ഉസാമ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫവല്ലാഹ്, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ സാക്ഷാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കൈ പോലും മുറിക്കപ്പെടുക തന്നെ ചെയ്യും ഉസാമ. അതുകൊണ്ട് മഖ്സൂമിയായി പെണ്ണിൻ്റെ വിഷയത്തിൽ ശുപാർശയുമായി വരരുത്, റെക്കമെൻഡേഷനുമായി വരരുത്. ഞാനത് ചെയ്യില്ല. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോകാൻ കാരണം അതായിരുന്നു. നിയമ സംവിധാനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് തകർച്ച വരുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ വിചിത്രമായ ഒരു കേസ് വന്നു. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ ഒരു പെണ്ണാണ് ആ കേസ് കൊടുത്തത്. കേസ് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തൊലാക്ക് വേണം. ഒരു പെണ്ണിനങ്ങനെ തൊലാക്ക് ആവശ്യപ്പെടാനുള്ള കാരണങ്ങളിൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മസലയാണത്. ഒരു പെണ്ണ് പറയും, എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവില്ല, എനിക്ക്
വിവാഹമോചനം വേണം, വേറെ കല്യാണം കഴിക്കണം, ഇയാളുടെ കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഹറാമിലേക്ക് പോയി പോകും, എൻ്റെ ഭർത്താവ് ദുർബലനാണ്, അദ്ദേഹത്തിന് ആ ഒരു ശേഷിയില്ലാത്തവനാണ് എന്ന് പറയാം. ഇഅ്തിറാദ് എന്നതിന് അറബിയിൽ പറയാം. പെണ്ണ് കേസുമായി വന്നു ഉമർ തങ്ങളുടെ കോടതിയിലേക്ക്. ഇതിനിപ്പോൾ വാക്കുകളെ കൊണ്ട് കേൾക്കുക എന്നല്ലാണ്ട് വേറെ അഡീഷണൽ തെളിവെടുപ്പൊക്കെ പറ്റില്ലല്ലോ. പുതിയാപ്പിളിനെ വിളിച്ചു, നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാ, പ്രശ്നം വീണ്ടും സങ്കീർണമായി. ഉമർ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ അരികത്ത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് നിനക്ക് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെയോ അവളുടെയോ വസ്ത്രത്തിൽ അതിൻ്റെ ഒരു അടയാളവുമായി നീ എൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അതും കൊണ്ടുവന്നു. ഉമർ തങ്ങൾ അലിയാരെ വിളിച്ചു, അലിയാരെ ഇച്ചിരി വെള്ളം തിളപ്പിക്കണേ എന്ന് പറഞ്ഞു. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന വസ്ത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒഴിച്ചു നോക്കുമ്പോൾ അതൊരു ഓംലെറ്റായി മാറി. അപ്പോൾ മനസ്സിലായി കോഴിമുട്ടൻ്റെ കുഞ്ചെടുത്തിട്ടായി വന്നത്. അങ്ങനെ ഫഹകമലഹ ത്വലാഖ്, ആ പെണ്ണിന് ത്വലാഖിൻ്റെ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ത്വലാഖ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഈ ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആണിനും പെണ്ണിനും അള്ളാഹു അനുവദിച്ച നീതി ഇവിടെ ലഭിക്കണം എന്നതിൽ എത്രത്തോളം ശുഷ്കാന്തിയുണ്ട് ഈ ശരീഅത്തിന് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഷഹീദുൽ മെഹ്റാബ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കണേ, തെറ്റുകൾ തെറ്റാണ്. ചില പ്രമാണങ്ങളും ചില തെളിവുകളും ഫോർജ്ഡ് ആയിരിക്കും, ഫേക്ക് ആയിരിക്കും. ആ ഫേക്ക് ഡോക്യുമെന്റുകൾ ഫേക്കാണ് എന്ന് കണ്ടെത്താനുള്ള കഴിവ് നിയമവ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണം എന്നും പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ. യാ അല്ലാഹ്, ഹാറൂൻ റഷീദ് അതുകൊണ്ടാണ് തൻ്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ ഫഖീഹായിരുന്ന അദീമും മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ആലിം അൽ ഇമാമുൽ അഅ്ളം എന്ന് മുത്ലഖൻ പറയപ്പെടുന്ന ഇമാമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിന്റെ ഇമാം. ഏറ്റവും വലിയ അൽ ഇമാമുൽ അഅ്ളം, ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ഇൻ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്, ഇസ്ലാമിന്റെ ഫിഖഹിലെ ഏറ്റവും വലിയ ഇമാം എന്ന് പറഞ്ഞാൽ, പേര് പറയാതെ പറഞ്ഞാൽ അത് മഹാനായ അബൂ ഹനീഫ തങ്ങളാണ്. അത്ര വലിയ പണ്ഡിതൻ. ഹാറൂൻ റഷീദ് അന്നത്തെ ഖലീഫയാണ്. ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ, നിങ്ങളായിരിക്കണം നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. നിന്നില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. അടിച്ചോളൂ എന്ന് പറഞ്ഞു. ഫജലദഹു, മഹാനായ അബൂ ഹനീഫ ഇമാമിനെ അടി കിട്ടി, ശിക്ഷ ലഭിച്ചു. എന്തിനെന്നറിയോ? വലിയൊരു സുപ്രീം കോർട്ട് ജഡ്ജാവാനുള്ള ഓഫർ നിരസിച്ചതിൻ്റെ പേര്. എന്താ കാരണം എന്നറിയോ? ഈ ഭരണാധികാരികളുടെ മുമ്പിൽ ജഡ്ജായി നിന്നാൽ അവർക്കനുകൂലമായി പലതും വിധിക്കേണ്ടി വരും. അത് അള്ളാഹിന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുൽ സത്യം ചെയ്തു. സത്യം ചെയ്തു പറഞ്ഞാൽ യമീനാണ്. സത്യം പൊളിഞ്ഞാൽ അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കണം. 10 അടിമകളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അതിന്. അള്ളാനെ തന്നെയാണ് സത്യം. അബൂ ഹനീഫ ഇമാമെ, നിങ്ങൾ ഖാദിയായി അധികാരം ഏറ്റെടുക്കണം. അബൂ ഹനീഫ പറഞ്ഞു, വല്ലാഹി ഞാൻ ഏറ്റെടുക്കൂല. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ ഖലീഫ അങ്ങനെ വല്ലാഹി പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മറികടന്നിട്ട് വല്ലാഹി പറയണത് മോശല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. സത്യം ചെയ്തു പറഞ്ഞത് ചെയ്യാതിരുന്നാൽ പ്രായശ്ചിത്തം കൊടുക്കണം. മൂപ്പർക്ക് ഇഷ്ടം പോലെ അടിമകളുണ്ടല്ലോ, കൊടുക്കാലോ. മൂപ്പര് കൊടുത്തോട്ടെ, വീട്ടിക്കോട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യം അയാൾ വീട്ടിക്കോട്ടെ, ഞാൻ എൻ്റെത് നോക്കാം, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മഹാനായ ഖാലി അബൂ യൂസുഫ് റഹിമഹുല്ല എന്ന മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യനെ ഹാറൂൻ റഷീദ് ഖാദിയായി നിയമിച്ചു. എന്തിനെന്നറിയോ? ആലിമീങ്ങളാണ് ഈ തലത്തിലേക്ക് വരേണ്ടത്. ആലിമീങ്ങളായ ആളുകൾ LLBക്ക് പോകണം, നിയമം പഠിക്കണം, വാദിക്കാൻ പഠിക്കണം. എന്തിനെന്നറിയോ? നുണ പറയാതിരിക്കാൻ, നുണ പറഞ്ഞുകൊണ്ട് കേസുകൾ ജയിക്കാതിരിക്കാൻ. സത്യം ജയിക്കണം, എന്നിട്ടുള്ള കേസ് മതി. ചിലപ്പോൾ ഒരു പക്ഷേ കേസില്ല വക്കീലായി കാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നേക്കാം.
മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ മഹാനവറുകൾ മരക്കച്ചവടം ചെയ്ത് നിർത്തിയ പോലെ ആയിക്കോട്ടെ. അൽ ഹഖ്ഖു ഖദീം, സത്യമേ വിജയിക്കുകയുള്ളൂ. ലാ യൻഖുദുഹു ഷൈഉൻ, സത്യമാണ് വിജയിക്കുന്നത്, സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്, എത്ര സത്യമാണ്. മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചില പ്രത്യേക വീക്ഷണങ്ങളുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ജഡ്ജായി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുഖത്ത് സങ്കടം കാണുക സ്വാഭാവികമാണ്. എന്നാൽ മദീനയിൽ ജഡ്ജിമാരായി ജോലി ചെയ്ത രണ്ടാളുകളുടെ മുഖത്ത് ഞാൻ സങ്കടം കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല. എങ്ങനെ ഖാദിയായി ഒരു വിധി പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ ഇന്നലെ വിധി പറഞ്ഞ അയാൾക്ക് എതിരായി ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടാവോ, തെളിവ് എനിക്കെതിരായിട്ടുണ്ടാവോ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന സങ്കടം ഒരു മുഅ്മിനായ ജഡ്ജിന് വരൽ അനിവാര്യമാണ്. കുല്ലു ഖാദിൻ തദ്ഹറു അലാ വജ്ഹിഹിൽ കആബ, ഏതൊരു ജഡ്ജിന്റെ മുഖത്തും ദുഃഖം വരൽ സ്വാഭാവികമാണ്. കാരണം അത് സന്തോഷിക്കാൻ പറ്റുന്ന ജോലിയല്ല. ആ ജോലി വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ട ജോലിയാണ്. അതുകൊണ്ട് മദീനയിലെ ജഡ്ജിമാരിൽ രണ്ടാളുടെ മുഖത്ത് ഞാൻ സങ്കടം കാണാതിരുന്നപ്പോ ആ രണ്ടുപേരും ഈ ജോലി ഇത്ര ലാഘവത്തോടെ കാണുന്ന ആളുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ഹദീസ് പണ്ഡിതനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാം, മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. മുഖത്ത് സങ്കടമില്ല. എന്തുകൊണ്ട്? അവർക്കതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ബോധം വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളുടെ ഹദീസ് എനിക്ക് വേണ്ട. മാലിക് ഇമാമിൻ്റെ വലിയ വീക്ഷണങ്ങളുണ്ട്. അയ്യൂബ് സഖ്തിയാനി തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാവുന്നത് അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാൻ തുടങ്ങിയത് മഹാനവറുകൾ ഹജ്ജിന് വന്നതിന് ശേഷം. അയ്യൂബ് സഖ്തിയാനി എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള മഹാനാണ്. മക്കയിലേക്ക് എത്തുമ്പോഴേ കൂടെ വന്ന ആളുകളോട് സഖ്തിയാൻ നാട്ടുകാരോട് പറയാൻ, കറാമത്ത് കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു, ചിലർ പറഞ്ഞുണ്ട്, ചിലർ പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. മക്കയോടടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറയിൽ വിരൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരാം, പക്ഷെ ഞാൻ മരിക്കണവരെ ഈ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. അങ്ങനെ മഹാനവറുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പാറയിൽ വിരൽ വെച്ചമർത്തി. മഹാനായ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭൻ കൈയെടുത്തപ്പോൾ അവിടുന്ന് വെള്ളം അണപൊട്ടി ഒഴുകി. ആ വെള്ളം കൂടെയുള്ള ആളുകളൊക്കെ കുടിച്ചു. എല്ലാവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ കൈവച്ചു വീണ്ടും അതേപോലെ ബിസ്മി ചൊല്ലി ആ വെള്ളം അവിടെ നിന്നു. അങ്ങനത്തെ ഇൻസ്റ്റന്റ് അല്ലാഹുവിൻ്റെ കറാമത്ത് കാണിച്ച വലിയ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. എന്നിട്ടും ഇമാം മാലിക് എന്നവർ മഹാനവറുടെ ഹദീസിൻ്റെ റിവായത്തുകൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. എന്തേ കാരണം എന്നറിയോ? ഖൽബിൻ്റെ ഉള്ളിൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് മഹബ്ബത്തുണ്ടോ എന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഹജ്ജ ഹജ്ജതഹു, മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം എന്ന മക്കയിലുണ്ട്. മാലിക് ഇമാം പറയാ, ഈ മഹാന്റെ ഹദീസുകൾ എനിക്ക് വേണം, പക്ഷെ ഈ ആളതിന് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുൻതു അർമുഖുഹു, ഞാൻ അദ്ദേഹത്തെ ശരിക്കും നിരീക്ഷിക്കുകയായിരുന്നു. മക്കയിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് നിസ്കാരത്തിൻ്റെ അടിയിലൊക്കെ അയ്യൂബ് സഖ്തിയാനിയെ ദൂരെ നിന്ന് ഇമാം മാലിക് എന്നവരിങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. ഈ കറാമത്തുള്ള മഹാനായിട്ട് പോലും ഹദീസ് മുഅത്തയിലെ റിവായത്തുകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഏതാനും കുറച്ച് റിവായത്തുകളേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട ന്യായം നോക്കണം. അതാണ് അത്ഭുതം. മഹാനവറുകൾ പറയാണ്, ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശരിക്കിങ്ങനെ വീക്ഷിക്കുമ്പോൾ കുല്ലമാ ദുഖിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ഹശ ബിൽ ബുകാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മക്കായുടെ പള്ളിയിൽ പറയപ്പെടുമ്പോൾ
മക്കയിലെ പള്ളിയിൽ നടക്കുന്ന ദർസുകളിൽ ഹബീബായ നബി തങ്ങളുടെ ഹദീസ് പറയപ്പെടുമ്പോൾ, ഹബീബിന്റെ പേര് പറയപ്പെടുമ്പോൾ ഈ മഹാൻ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടു. അവിടെ മുതലാണ് കതബ്തു അൻഹു, അത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഞാൻ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞതും ഇതേ മഹാൻ തന്നെ. മുഖത്ത് സങ്കടം കാണാത്തതിൻ്റെ പേരിൽ 2 ജഡ്ജിമാരുടെ ഹദീസുകൾ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ മഹാൻ അയ്യൂബ് സഖ്തിയാനി എന്ന അള്ളാഹുവിൻ്റെ വലിയ പുണ്യ നബി തങ്ങളുടെ പേര് കേട്ടിട്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഫകതബ്തു അൻഹു, അവിടെ മുതൽ ഞാൻ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങി. ഇതൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്, അവരുടെ ഇജ്തിഹാദുകളാണ് ഇതൊക്കെ. യാ അല്ലാഹ്, അത്രയും പരിശുദ്ധമാണ് നമ്മുടെ ഹദീസുകൾ എന്ന് മനസ്സിലാക്കണം. ഈ ഹദീസുകൾ ഇങ്ങനെ വെറുതെ കേട്ടത് മുഴുവൻ എടുത്താൽ ആര് പറഞ്ഞു എന്നത് വലിയൊരു വിഷയമാണ്. എന്ത് പറഞ്ഞു എന്നതല്ല, പറയുന്ന ആളിൻ്റെ വ്യക്തിത്വം. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ വലിയൊരു മനോഹാരിത. ഹദീസ് ദഈഫാകുന്നതും ഹദീസ് സ്വഹീഹാവുന്നതും ഒക്കെ വലിയൊരളവോളം അത് പറയുന്ന ആളിൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് കആബത്ത് ഫലം യകുൻ മാലികുൻ യർവി അൻ ദൈനിക റജുലൈൻ, മുഖത്ത് സങ്കടം കാണാതിരുന്ന ആ 2 ആളുകളുടെ ഹദീസുകൾ ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാറില്ലായിരുന്നു എന്ന് മഹാനായ ഇമാം മാലിക് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ഖലീഫയായി വന്ന ഷാം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഭരണം നടത്തിയ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ മുആവിയ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ലൻ നഖ്ബലൽ ദുൽം. മുആവിയ എന്ന ഖലീഫ 10-12ഓളം രാജ്യങ്ങളുടെ നേതാവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, മുആവിയ തങ്ങളെ, അനീതി ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഭരണാധികാരിയോട് നേരിട്ട് വന്ന് പറയാൻ, നിങ്ങൾ എന്ത് വിധിച്ചാലും അനീതിയാണോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോ ഹൽ തസ്തീഉ റദ്ദഹു, ഞാൻ പറയുന്ന വിധിന്യായം തെറ്റാണെങ്കിൽ, അനീതിയാണെങ്കിൽ ആ അനീതിയെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാകുമോ? മുആവിയ തങ്ങളെ ചോദിച്ചതാണ്. ഇത് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അയാളുടെ ഉള്ളറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ അങ്ങനെ അനീതിയോടുകൂടെ അനീതിയായി വിധി പറയുകയാണെങ്കിൽ ആ നിയമത്തെ തടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ആടിനെ അറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ആടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ആടിന്റെ കഴുത്ത് മുറിഞ്ഞ് ചോരൊലിക്കുമ്പോൾ ആ പച്ചപ്പാവം മൃഗം അതിന്റെ കാലിട്ടടിക്കുന്നത് കാണുന്നില്ലേ? തന്നോട് കാണിച്ച ദുൽമ് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നത് വിളിച്ചു പറയുന്നതിന്റെ അടയാളമാണത്. ലൻ നഖ്ബലൽ ദുൽമ, ഞങ്ങൾ അനീതി ഒരിക്കലും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് ആസ്ഥാനത്ത് വന്ന് പറഞ്ഞപ്പോ ഹൽ തസ്തീഉ റദ്ദഹു, ആ ദുൽമിനെ അതിജയിക്കാനോ അതിനെ തള്ളിക്കളയാനോ അതിനെ തടഞ്ഞു വെക്കാനോ നിങ്ങളെ കൊണ്ടാകുമോ സഹോദരാ? ഇത് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾക്ക് സഹിക്കാൻ ഒരുപക്ഷെ തടുക്കാനും തള്ളിക്കളയാനും കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഏതുപോലെ അറുക്കപ്പെടുന്ന മൃഗം അതിൻ്റെ അറവ് കഴിഞ്ഞാൽ അതിൻ്റെ കാലിട്ടടിക്കുന്നത്, തന്നോട് ചെയ്ത ഈ അറവെന്ന ദുൽമിന് ഞാനതിനെ സമ്മതിക്കുന്നില്ല എന്ന് ആ മൃഗം ഒന്ന് വിളിച്ചു പറയലാണ്. ആ കാലിട്ടടിച്ചത് കൊണ്ട് ആ മൃഗത്തിന് എഴുന്നേറ്റ് ഓടാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അതതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നില്ലയോ? അതുപോലെ ദുൽമിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അനുയായികളായി ഉമ്മത്തിന്റെ മെമ്പർമാർ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിന്? അനീതി, പക്ഷപാതിത്വം പാടില്ല. ആര് ഭരണം നടത്തിയാലും ജനങ്ങൾക്ക് നീതി ഒരുപോലെ ലഭിക്കണം. അത് സ്വന്തം പാർട്ടിക്കാരെ അല്ലാത്തവരെ ചെയ്യാൻ പാടില്ല എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സാഹിബു റസൂലില്ലാഹി സാഹിബുഹു ഫിൽ ഗാർ, ഹബീബിന്റെ കൂടെ തൗർ ഗുഹയിൽ കഴിഞ്ഞ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്ന് ഹബീബ് ആരോടാണോ പറഞ്ഞത്, ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ എന്തൊരു മനോഹരമാണ്.
2 വർഷത്തെ ഭരണം. വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഹബീബിന്റെ അഹ്ബാബിങ്ങളായ സുഹാബിമാരിൽ പലരുടെയും ആയുസ് ഹബീബിൻ്റെതുപോലെയായിരുന്നു. തങ്ങൾ വഫാത്താകുന്നത് 63-ല്, സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നത് 63-ല്, ഉമർ തങ്ങൾ വഫാത്താകുന്നത് 63-ാം വയസ്സില്, അലിയാർ തങ്ങൾ വഫാത്താകുന്നത് 63-ല്, സുബൈർ എന്നവർ വഫാത്താകുന്നത് 63, ത്വൽഹ തങ്ങൾ വഫാത്താകുന്നത് 63-ല്. ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ അധിക പേരും 63 വയസ്സിൽ മരണപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു അല്ലാഹുവിന്റെ തർത്തീബാണത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ വഫാത്തായതും അങ്ങനെ. സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു, യഅലമൂ, അധികാരമേറ്റെടുത്തപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രഖ്യാപനം, ഇസ്ലാം നീതിക്കൊപ്പമാണെന്നും ഈ പ്രസ്ഥാനം മനുഷ്യ നന്മയുടെ കൂടെയാണെന്നും, അൽ ഹഖ്ഖു ഖദീം, സത്യം അത്രമേൽ പഴക്കമുള്ളതാണ്, ആ പഴക്കമുള്ള നന്മയെ നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഉമർ തങ്ങളുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നത്, യഅലമൂ അന്ന അഖ്വാകും ഇൻദിയൽ മദ്ലൂം, നിങ്ങളിൽ അക്രമത്തിന് വിധേയരായ ആളുകൾ അവരാണ് എൻ്റെ അടുത്ത് കരുത്തുള്ളവര്. ഹത്താ ആഖുദ ലഹു ഹഖ്ഖഹു, അവർക്ക് അവകാശപ്പെട്ട ന്യായം, അവർക്ക് അവകാശപ്പെട്ട നീതി ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. വഅദ്അഫുകും ഇൻദി അല്ലാലിം, നിങ്ങളിൽ ഏറ്റവും ദുർബലനായ ആള് നിങ്ങളിലെ ഗാങ്സ്റ്റേഴ്സാണ്, നിങ്ങളിലെ ഗുണ്ടകളാണ്, നിങ്ങളിലെ ളാലിമീങ്ങൾ എൻ്റെ മുമ്പിൽ ദുർബലരാണ്. ഞാൻ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഹക്ക് ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഹബീബിന്റെ കൂട്ടുകാരനാണ് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊരു പ്രഖ്യാപനമാണ്. സിദ്ദീഖ് എന്നവർ എന്തൊരു പാവായിരുന്നു എന്നാ. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിടം മുതൽ സിദ്ദീഖ് തങ്ങളുടെ വ്യക്തിത്വം ശരിക്കും വ്യത്യാസപ്പെടുന്നത് കാണാൻ കഴിയും. പിന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു മഹാനായി. തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ ഹബീബിന്റെ കൂടെ ഹിജറ പോകുമ്പോൾ കുറച്ച് മുമ്പിൽ നടക്കും, പിന്നെ ബാക്കിൽ നടക്കും, പിന്നെ സൈഡിൽ നടക്കും, പിന്നെ ഇടതുഭാഗത്ത് നടക്കും. സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ എന്തായി ചെയ്യണത്? നബിയേ, ചിലപ്പോൾ എനിക്ക് തോന്നും വലതുഭാഗത്ത് നിന്ന് ആരെങ്കിലും വരുമോ, അപ്പൊ ഞാൻ വലതുഭാഗത്ത് നിൽക്കും അങ്ങയുടെ. പിന്നെ എനിക്ക് തോന്നും ബാക്കിൽ നിന്ന് ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ വരുമോ, അപ്പൊ ഞാൻ ബാക്കിൽ പോയി നിൽക്കും അങ്ങയുടെ. ചിലപ്പോൾ തോന്നും മുമ്പ് നിന്ന് ആരെങ്കിലും വരുമോ. മദീനയിലേക്ക് ഹിജ്റ പോവുക, ആരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ. അങ്ങനെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുത്ത മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഹിജ്റക്ക് അനുമതി കിട്ടിയപ്പോ, ജീവൻ പോകുന്ന ആ യാത്രക്ക് അള്ളാഹു അനുമതി നൽകിയപ്പോ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ സ്വഹാബിയാണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഭരണം കിട്ടിയപ്പോ, എൻ്റെ റസൂലുള്ളാഹി ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ കൊടുത്തിരുന്ന സകാത്തിന്റെ മൃഗത്തിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഖലീഫയാകുമ്പോ ആ കയറ് നിങ്ങൾ നൽകിയില്ലെങ്കിൽ പോലും നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്തേക്കുമെന്ന് പറയാൻ മാത്രം ചങ്കൂറ്റം കാണിച്ച മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയാ, നിങ്ങളിലെ മദ്ലൂം, നിങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന ആള് എന്റെ മുമ്പിൽ ശക്തനാണ്, നിങ്ങളിലെ അക്രമികൾ എന്റെ മുമ്പിൽ ദുർബലരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണിത്. ഒരുപാട് അന്നത്തെ ആലിമീങ്ങൾ ഒരു നിയമം അങ്ങ് പറഞ്ഞാൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല.